ഇന്നലെ ഞങ്ങൾ കൃത്യമായിട്ട് ഞാൻ അസംബ്ലിയിൽ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ജനുവരി 25 എൻ കെ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ 900-ലധികം കോടി രൂപ കേരളത്തിന് 24-25 വർഷത്തിലേക്ക് തരണം. NHM-നാണ്, ആശാവർക്കറിനല്ല. ഇത് ഈ മന്ത്രി കബളിപ്പിക്കുകയാണ്. ഈ ആശാവർക്കർ എന്നും പറഞ്ഞ് ഇയർമാർക്ക് ചെയ്തിട്ടല്ല തരുന്നത്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആശാവർക്കർക്ക് 900 കോടി രൂപ അതിൽ നിന്നാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് 24-25 ഈ വർഷത്തിൽ 97 കോടി രൂപ ഒഴിച്ചുള്ള മുഴുവൻ പണവും ജനുവരി 25 കൊടുത്തുവെന്നാണ് പാർലമെൻറ്റിലെ റിപ്പോർട്ട്. അത് സത്യമാണ്. അതിനുശേഷം ഇപ്പോൾ ഇന്നലത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിലീസ് ഫെബ്രുവരി 12 ബാക്കി കൂടി പണം കൊടുത്തു. ഇപ്പോൾ അനുവദിച്ചിരിക്കുക അലോക്കേഷനേക്കാൾ കൂടുതൽ പണം കൊടുത്തു എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. അത് സത്യമാണ്. ഈ 97 കോടി NHM-ലേക്ക് കിട്ടാനുള്ളപ്പോൾ മന്ത്രി നമ്മളെയല്ലേ കബളിപ്പിച്ചത്. ആശാവർക്കർക്ക് കൊടുക്കാനുള്ള ഇൻസെൻറ്റീവ് 100 കോടി കിട്ടാണ്ടെന്നാണ് നമ്മളോട് നുണ പറഞ്ഞത്. NHM എന്ന് പറയുന്നത് ഒരു ബൃഹത്തായ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലാണ് അന്ന് 100 കോടിയുടെ കുറവുണ്ടായിരുന്നത്. അത് കാരണം 2 മാസം കൊണ്ട്, ഫെബ്രുവരി മാർച്ച് കൊണ്ട്, ജനുവരി 25 തന്നെ അത്രയും കൊടുത്തു. ഫെബ്രുവരി 12 ആയപ്പോൾ മുഴുവൻ കൊടുത്തു, അധികം കൊടുത്തു, പൈസ കൊടുത്തു NHM-ൽ. ഞാൻ ചോദിച്ചല്ലോ, കഴിഞ്ഞ 9 വർഷമായി NHM-ൽ സ്റ്റേറ്റിൻ്റെ ഷെയർ ഉണ്ട് 40%. അതിൽ സ്റ്റേറ്റ് എത്ര വെച്ചു എന്നുള്ളതിൻ്റെ കണക്ക് ഹാജരാക്കാൻ പറഞ്ഞല്ലോ. കണക്ക് ഹാജരാക്കണ്ടേ? ഇതൊക്കെ കബളിപ്പിക്കാൻ പറയുക കണക്ക് വെച്ചിട്ട്. പിന്നെ അവർ പറയുന്നത് 23-24 പണം കൊടുത്തിട്ടില്ല. അത് സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള തർക്കമാണ്, ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തർക്കമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് വെച്ച നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് കത്ത് കൊടുത്തു കേരളത്തിൽ നിന്ന്. കത്ത് കൊടുത്ത ഉടനെ അവർ 24-25 പൈസ കംപ്ലീറ്റ് അവർ കൊടുത്തു, മുഴുവൻ പൈസയും കൊടുത്തു കഴിഞ്ഞു. അല്ല, ഞങ്ങൾ പറയാനുള്ളത് അവരെ വിളിച്ച് ചർച്ച ചെയ്ത് അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം. LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യമല്ലേ, ഇനി വർദ്ധിപ്പിക്കാൻ സമയമില്ലല്ലോ, പണി കഴിയാറായില്ലേ. അപ്പോൾ അവർ വിളിച്ച് ചർച്ച ചെയ്യണം. ഞാൻ പറയല്ലോ, കർണാടക ഗവൺമെൻറ് അവർ സമരം ചെയ്തു ഫ്രീഡം പാർക്കിൽ ബാംഗ്ലൂരിൽ. മുഖ്യമന്ത്രി വിളിച്ച് അവരുമായിട്ട് ചർച്ച ചെയ്തു, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തു. 10,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഹെൽത്ത് കമ്മീഷണറെ, അവിടെ ഹെൽത്ത് കമ്മീഷണർ അദ്ദേഹത്തെ ഫ്രീഡം പാർക്കിൽ വിട്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനൗൺസ് ചെയ്യിപ്പിച്ചു. ആ പടമാണ് ഞാൻ ഇന്നലെ പൊക്കി കാണിച്ചത്. ആഹ്ലാദത്തോടു കൂടി നിൽക്കുകയാണ് ആശാവർക്കർമാർ. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇത് ഇവർ പാട്ടപ്പിരിവാരാണ്, സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങളാണ്, പിന്നെ ഉമ്മ വിവാദം, എന്തൊക്കെയാണ് അവരെക്കുറിച്ച് മോശമായിട്ട് ഈർക്കിൽ. എന്നിട്ട് SUCI എന്ന് പറയുന്നത് ബംഗാളിൽ CPM-ൻ്റെ കൂടെ നിന്നില്ലേ കുറേ നാൾ ഇല്ലേ? SUCI ആണ് അതിൻ്റെ പുറകെ, സമരത്തിൻ്റെ പുറകെ. SUCI എന്താ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള പാർട്ടിയാണോ? ആണോ? അവർ കുറേ സ്ത്രീകൾ ഈ CAT-യും INTUC ഒക്കെ ഇതേ കാര്യത്തിൽ സമരം ചെയ്തിട്ടില്ല. ഇതേ കാര്യത്തിൽ സമരം ചെയ്തിട്ടില്ലാണ് കേരളത്തിൽ. അവരുടെ സമരം, അവരെ സമരത്തെ ഈ മന്ത്രിമാരെ അപമാനിച്ചപ്പോഴാണ് അതിന് കൂടുതൽ ഫോക്കസ് കിട്ടിയത്. ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഈ സമരത്തെ അപമാനിച്ച് സംസാരിച്ചപ്പോഴാണ് അതിന് കൂടുതൽ ഫോക്കസ് കിട്ടിയത്. അവരെ ഒരു വല്ലാത്ത രീതിയിൽ അബ്യൂസ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. ഞങ്ങൾ ആ സമരത്തിന് പിന്തുണ കൊടുത്ത് ഞങ്ങളും കൂടി ആവശ്യപ്പെടുന്നൊരു കോസല്ലേ. 10 കൊല്ലം മുമ്പ് ഇത് 10,000 രൂപയാക്കണമെന്ന് പറഞ്ഞ് ഈ ഇളമരങ്കരിയും നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചതല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. പിന്നെ ഈ ഒരു ഡിമാൻഡ് ജെനുവിൻ അല്ല എന്ന്, ഈ ഒരു ഡിമാൻഡ്, അവരുടെ ഡിമാൻഡ് ജെനുവിൻ അല്ല എന്ന് എങ്ങനെ CPM-ന് പറയാൻ പറ്റും? ഇങ്ങനെ ഇരട്ടത്താപ്പ് പാടില്ല. ഇന്ന് മുതലാളിത്ത സ്വഭാവം. തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരോട് മാന്യമായി പെരുമാറുമെങ്കിലും വേണ്ട, കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം മാന്യമായി പെരുമാറുമല്ലേ. സമരം ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു തെറ്റാണോ കേരളത്തിൽ? മുതലാളിത്ത സ്വഭാവം വന്നു CPM നേതാക്കൾക്ക്. അതാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരത്തെ, ഈ സ്ത്രീകൾ നടത്തുന്ന ഒരു സമരത്തെ, എന്തൊരു ബന്ധമുള്ളവരാണ് ഈ ആശാവർക്കർമാർ. എനിക്കൊക്കെ എൻ്റെ എല്ലാ വാർഡിലെയും ആശാവർക്കർമാരെ എൻ്റെ നിയോജകമണ്ഡലത്തിൽ അറിയാം. അത്ര പോപ്പുലറാണ് അവർ. എല്ലാ വീടും കയറി ഇറങ്ങി നടക്കുക. ഞാൻ ഇന്നലെ അവരുടെ ജോലി ഭാരത്തെക്കുറിച്ച് വിശദീകരിച്ചില്ലേ. ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. ഓട്ടോൺ എപ്പോഴും. വീട്ടിൽ ചെന്നാൽ പോലും ജോലിയാണ്, കുത്തിക്കുറിക്കലാണ്, ഈ കണക്കും കാര്യങ്ങളും കൊടുത്ത്. എന്നിട്ട് അവരോട് ഒരു പെരുമാറ്റം കണ്ടില്ലേ ഗവൺമെൻറ്റിൻ്റെ? എന്തൊരു അഹങ്കാരമാണിത്. അതാണ് ഞങ്ങളതിനെ എതിർക്കുന്നത്. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും.